എന്താ പ്രശ്നം? ഒന്ന് പറടാ. ഒരിക്കലും കൂടി ഒന്ന് പറയറോ? ഒന്ന് പറടാ. നീ ഒരിക്കൽ സമ്മതിക്കറോ? ഞങ്ങൾ എത്രയായി പറയുന്നു, ഞാൻ ഈ വേഷം ചെയ്ത് രക്ഷപ്പെടും. എനിക്ക് ഉറപ്പാന്ന് പോകൂല. പോടാ, ഞാനത് മമ്മൂക്കനെ കണ്ടിട്ട് എഴുതിയാന്ന്. എന്നിട്ട് നീയാന്ന് ചെയ്യുന്നതെങ്കിൽ ഞാൻ കത്തിച്ചു കളി നല്ലതല്ലോ. ഞാൻ പോന്നു. അപ്പൊ ഞാൻ വല്ല നടനാവെന്നെല്ലാം പറഞ്ഞ വെറുതെ നല്ലടാ. ആര് പറഞ്ഞു? നീ ഒരാളെടുക്കുന്ന ഒരു കുനി കിട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളുന്ന പോലെ അഭിനയിക്കാൻ കഴിയാത്ത നീയാ നടൻ. ചങ്ക കുത്തുന്ന വർത്താനം പറയല്ല നീ. നിന്റെ എല്ലാം വീട്ടിൽ വന്ന് പണിയെടുത്ത് എല്ലാവർക്കും വേണ്ടിട്ടാന്ന്. നിന്റെ സുന്ദരി പയ്യനെ കുളിപ്പിച്ച് ചൊറി വന്നിട്ട് ഇത്ര ബാൻ എടുത്തിട്ടാ. പക്ഷെ നിനക്ക് കൊണ്ടിരടാ. എടാ പ്രശാന്താ എഴുതി. ഞാൻ പറയാം എഴുതി. ഇരിക്കാടാ, ഇരിക്കാ. നമ്മൾ പോകും നടനല്ലോ. അപ്പൊ വരാ. മമ്മൂട്ടി എന്താ എടാ, ഓൻ ചെയ്യട്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ എനിക്ക് സ്റ്റുഡിയോന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. എന്തിന് ഇത്ര വാശി? എന്റെ മാസ്റ്റർ പീസ് എനിക്ക് സിനിമയായിട്ട് കാണാനാണ് ആഗ്രഹം. എനിക്ക് നൈറ്റെങ്കിലും കുഴപ്പമില്ല. എടാ, ഒന്നും അതിനെക്കാട്ടി നല്ലല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. എടാ ഗോകുല, എടാ തോന്നിവാസം കാണിക്കരുത് പുല്ലേ. വെറുതെ അല്ല നിന്നല്ലേ ചൂട്ടിട്ട് പോയിനി. ഞാൻ പോന്നു. നോക്കറ എന്റെ പൈന്റെ വയറിലൊട്ടിട്ട് ആ പിള്ളേർ നല്ല പാങ്ങിന് നോക്കിനായിരുന്നു. തിന്നു മോനെ. എങ്ങനെ തിന്നലമ്മേ? തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല. ആ ഷാജിക്ക് എന്നെ മുങ്ങട്ടത്ത് നോക്കി പറഞ്ഞാണ് ഞാനത് നായകന്ന്. എന്നിട്ട് എന്തായി? മോനെല്ലാം നശിപ്പിച്ച്. അത് പോട്ടപ്പാ, എന്റെ മോൻ ഓന്റെ ഒക്കെ കൂടണ്ട. എന്നാലും ഞങ്ങൾ വേണ്ടി എത്ര കഷ്ടപ്പെടീനു അറിയൂലേ? വെറും ചതിയനാന്നോ? വേറും കാട്ട് കളനല്ലേ അതെല്ലാം. ഓൻ അസൂയാന്ന്. ഈ നായകനാന്ന് ഓൻ പിടിച്ചിട്ടാ. ഓന്റെ ഒരു കൂറ കഥകളെല്ലാം എന്റെ കുഞ്ഞിക്ക് വലിയ സിനിമ കിട്ടും. ഈ നോക്കിക്കോ. ആദ്യം കണ്ണു തുടച്ചിട്ട് തിന്നാൻ നോക്ക്. അല്ല ഈ അപ്പൊ ഒന്ന് വാട കേറി വെക്കറ. കുറച്ച് ബിരിയാണി കഴിക്കല്ല. കഴിക്കടോ. സീരീസ് നമ്മക്ക ഷാജാനെ പോയി കാണാടാ. അമ്മ, ആ മാറ്റൊരു ചിക്കൻ പീസും കിടത്താ. തിരിച്ചറിവുകൾ എപ്പോഴും നല്ലതാണ്. സിനിമയിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ പാഠവും തിരിച്ചറിവാണ്. ഇനി നമ്മ ഷൂട്ടിംഗ് ഇപ്പൊ തുടങ്ങലിക്ക. നമ്മുടെ നായകന് തിരക്ക് കൂടോ. അല്ല, മൂവർ സംഘത്തിൽ വിഷ്ണു എവിടെ? കേട്ടോ സാറേ, സുശീലൻ സാറിന്റെ മോനായതുകൊണ്ട് പറയണല്ല, ഒരുപാട് പ്രതിഭയുള്ള കുട്ടിയാണ് വിഷ്ണു. ഇത്രയും കഴിവുള്ള പയ്യന്മാരെ ഞാൻ എന്റെ കരിയറിൽ ഇതുവരെ കണ്ടിട്ടില്ല. സാറേ, ഇവൻ ഒരു പെൻസിലോണ്ട് ചുമരമ്പിൽ വരച്ചിട്ട് വരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവനെ സിനിമയിലോട്ട് വിടാൻ വേണ്ടിട്ട് എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല. സിനിമ ഒരു മോശം കാര്യമാണെന്ന് സുശീലൻ സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നേ മോശക്കാരനാ. അതെ സാറേ, പട്ടം പോലെ പറന്നു നടക്കേണ്ട പ്രായം അത്. പക്ഷെ പട്ടത്തിലെ നൂല് ഞാൻ സാറിന്റെ കൈ കൊണ്ടുവരും. അത് എന്റെ ഉറപ്പ്. ഇവന് എന്റെ കൂടെ വിട്. വിഷ്ണുവിനെ ഞാൻ മിടുക്കനാക്കി സാറിനെ കൊണ്ടുത്തരും. സിനിമാറ്റോഗ്രാഫി എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം. എനിക്ക് വേണ്ടത് സുശീലൻ സാറിന്റെ പെർമിഷൻ മാത്രമാണ്. വിശ്വസിക്കൂ. നീ വലിയ റൗഡിയായിരിക്കും, പക്ഷെ ഞാൻ ഈ ഷർട്ട് കൂടിയ നിന്നേക്കാൾ വലിയ റൗഡിയായിരിക്കും. പറവകൾക്ക് ആകാശം പോലെ, മീനുകൾക്ക് പോലെ, മൃഗങ്ങൾക്ക് കാട് പോലെ, പോലീസുകാർക്ക് ഈ ബെഞ്ചമിൻ തോമസ് ഐ.പി. ഇനി ശരിയാവാനുണ്ട്. നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ശരിയാക്കി എടുക്കാം. ശരിക്കാ വിഷ്ണു, ഇവനെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം, സ്റ്റൈലായിട്ട്. നാളെ തന്നെ. പാന്റ് നാളെ തന്നെ കിട്ടില്ല പ്രശാന്തേ? നാളെ തന്നെ കിട്ടുക. ഹാഫ് സൈസിൽ എടുക്കാം.
അഭിനേതാക്കളെ ക്ഷണിക്കുന്നു. മാന്യരെ, പഞ്ഞിക്കല്ല് ഗ്രാമത്തിൽ ആദ്യമായി പഞ്ഞിക്കല്ല് പ്രശാന്തനെ നായകനാക്കി, പഞ്ഞിക്കല്ല് ഗോകുലൻ എഴുതി, പഞ്ഞിക്കല്ല് ഷാജഹാൻ സംവിധാനം നിർവഹിക്കുന്ന ഇരുട്ട് എന്ന വെബ് സീരീസിലേക്ക് അഭിനേതാക്കളെ സ്വാഗതം ചെയ്യുന്നു. അല്ല, എന്തെന്ന് ഈ വെബ് സീരീസ്? ഇതൊന്നൊരു പുതിയ അറിവാണല്ലോ. എന്ത് ചെയ്ത്? നമ്മളെ നാട്ടില് വെബ് സീരീസ് തുടങ്ങാൻ പോകണമല്ലോ. വെബ് സീരീസോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. സിനിമ സീരിയൽ എന്നെല്ലാം കേട്ടിരുന്നു. ഇതെന്നപ്പോ പുതിയൊരു സാധനം. ചിലപ്പം രണ്ടു കൂടിയിട്ടില്ലായിരിക്കും. അന്ന് മംഗളത്തിന്റെ ഒരു ഷാജഹാൻ ഇങ്ങനൊരു വർത്താനം പറഞ്ഞിരുന്നു. ഓ, അപ്പൊ ഒരു പറഞ്ഞ ശരി തന്നെയല്ലേ? ഞാൻ തുന്നിക്കൊടുത്ത കാക്കിക്കുപ്പായാണ് പ്രശാന്ത് രാത്രിട്ടേക്കുന്നത്. ഇതെന്തോ വലിയ പരിപാടിയല്ലോ. ഭാഗ്യാണ്. നമുക്കും പോവാം. അഭിനയിക്കാൻ ഇഷ്ടമുണ്ട് ആർക്കും ചെല്ലാന്നല്ലേ പറഞ്ഞല്ലോ. ഷാജാൻ പിടിക്കുന്നോണ്ട് നല്ല പരിപാടിയായിരിക്കും. അതെ അതെ, മര്യാദക്ക് ഒരു റേഷൻ കട പോലും ഇല്ലടാ. എന്നിട്ട് എല്ലാരും പണിയും കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാം നട്ടപ്പരാന്താ. എന്തായാലും നമ്മുടെ നാടിനൊരു പേരാണ്. എന്തൊരു അവസ്ഥ. ഈ സിനിമ പിടിക്കാൻ കഴിയാത്തവനാണ് ഈ സീരിയൽ എടുക്കാൻ നടക്കുന്നത്. മര്യാദക്ക് അവനവന്റെ പണി നോക്കി നടന്നാ പോരെ. നമുക്ക് നാല് ചായ കൊടുത്തു. പെണ്ണെങ്ങനെയാണ് സഹിക്കുന്നു. വിക്ടറി. ഇത് ഞങ്ങളുടെ മാത്രം വെബ് സീരീസ് അല്ല, നമ്മുടേതാണ്, നിങ്ങളുടേതും കൂടെയാണ്. നമ്മളിത് തകർക്കും. അതന്നെ പ്രശാന്ത ഓക്കറ കസർത്ത്. സ്കൂൾ ഫെസ്റ്റിവലിൽ കണ്ട ആ ഉണ്ടക്കണ്ണിയോട് എന്നും ഈ പൊടിമീശക്കാരന് പ്രണയമായിരുന്നു. എന്റെ ഹൃദയത്തിന്റെ രാജകുമാരി. എല്ലാവരും നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ നിന്ന് ഒരാളെ പോലും ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പഞ്ഞിക്കല് ഗ്രാമത്തിൽ ഇത്രയധികം കലാകാരന്മാരുണ്ടെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. സാരല്ല, ഇരുട്ട് എന്ന നമ്മുടെ വെബ് സീരീസ് ഈ നാടിന് വെളിച്ചാവും. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർത്തു പോകുന്നു. 3 പിള്ളേർ വന്ന് പറഞ്ഞ വെറും ഒരു കഥയായിട്ടല്ല ഞാനിതിന് കൺസീവ് ചെയ്തിട്ടുള്ളത്. കേരളവും കർണാടകവും വേണ്ടെന്ന് വെച്ചാൽ എന്റെ ഈ ഗ്രാമത്തെക്കുറിച്ച് നാളെ ഇന്ത്യ സംസാരിക്കണം, ലോകം സംസാരിക്കണം. സ്വന്തം നാടിനോടും നാട്ടുകാരോടുമുള്ള എന്റെ സമർപ്പണമാണിത്. നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഈ വെബ് സീരീസ് വിൽക്കുന്നത്. എന്റെ പേഴ്സണൽ കണക്ഷൻ വെച്ച് സോണിക്കാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിന് നിർമ്മാതാക്കൾ നമ്മളായിരിക്കും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ഈ സീരീസ് പിടിക്കാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ തരുന്നതായിരിക്കും. ബാക്കി 2 ലക്ഷം രൂപ നിങ്ങൾ തരണം. ആർ യു റെഡി? നമ്മ റെഡിയല്ലേ? അല്ല ഷാജാനെ, ഞാൻ പറയട്ടാ, ഈ പൈസ ഉണ്ടെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ആ സ്കൂൾ ശരിയാവൂലേ? മാഷെ, നമുക്ക് സ്കൂൾ മാത്രം മതിയോ? നമുക്ക് 4 പദ വേണ്ടേ? നമുക്ക് കേരളയിൽ വേണ്ടേ? നമുക്ക് എയർപോർട്ടുകൾ വേണ്ടേ? നമുക്ക് IT പാർക്കുകൾ വേണ്ടേ? നമ്മുടെ ഈ പഞ്ഞിക്ക ഗ്രാമം ഒരു ഡിജിറ്റൽ വില്ലേജായി മാറണ്ടേ? വേണ്ടേ? വേണ്ടേ? 3 ലക്ഷം റുപ്യക്ക് ഇതെല്ലാം നടക്കുവാ? എന്റെ കുട്ടമാഷെ, മണി ഹീസ് എന്ന വെബ് സീരീസ് സ്പെയിനിലെ റിയൽ മാഡ്രിഡ് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ആളുകൾ ചേർന്ന് നിർമ്മിക്കുകയുണ്ടായി. അവരത് ഒട്ടിടിക്ക് വിറ്റു. എത്ര രൂപയ്ക്കെന്നറിയോ? അറിയോ? 300 കോടി രൂപ. 300 കോടി രൂപയ്ക്കാണ് ആ വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയത്. ആ വെബ് സീരീസ് ലോകം മുഴുവൻ ചർച്ചയായി. അന്ന് ആ ഗ്രാമവാസികൾ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ റിയൽ മാഡ്രിഡ് എന്നൊരു മെട്രോ സിറ്റി ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? ഞങ്ങക്ക് ഷാജിക്കാനോ വിശ്വാസാന്ന്. റിയൽ മാഡ്രിഡ് പോലെ നമ്മുടെ പഞ്ഞിക്കല്ലായിരിക്കും അല്ലേ ഷാജാനെ? ഷാജാൻ പിടിക്കുന്നോണ്ട് നല്ല സാരമായിരിക്കും.